പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 10,96,54,136 രൂപയുടെ വരവും 10,85,92,909 രൂപയുടെ ചെലവും 10,61,227 രൂപ നീക്കിയിരിപ്പുമുള്ള മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ബജറ്റ് പ്രസംഗം നടത്തി. നമുക്ക് സർക്കാരിനെ ആശ്രയിച്ച് കിട്ടുന്ന ഫണ്ടിനെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് പദ്ധതികളെ സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടി കഴിയും. മറ്റ് തനത് വരുമാനങ്ങളൊന്നും തന്നെ നമുക്ക് യഥാർത്ഥത്തിലില്ല. ഇപ്പം തനത് വരുമാനം എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് ഒരു ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന വാടകയും അതുപോലെ തന്നെ നമ്മുടെ 1-2 കടകൾ അവിടെ നടക്കുന്നത് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഒരു വരുമാനമാണ് യഥാർത്ഥത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് നേരിട്ട് തനതായി വരുന്ന വരുമാന മാർഗം എന്ന് പറയുന്നത്. പക്ഷെ മറ്റ് വരുമാന മാർഗങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആ ഫണ്ട് ഫലപ്രദമായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, ഇതാണ് നമ്മൾ ആലോചിച്ചത്. പ്രധാനമായിട്ടും അതിൽ ആരോഗ്യ മേഖലയിൽ വലിയൊരു ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ സാധാരണ മലപ്പുറം ജില്ലയിൽ മറ്റ് എവിടെയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പഞ്ചായത്തിലാണ് 2 ആശുപത്രികൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി ബജറ്റ് അവതരിപ്പിച്ചു. കേന്ദ്രാവിഷ്കൃത വിഹിതമായി 1,14,00,000 രൂപയും സംയുക്ത പ്രൊജക്റ്റുകൾക്ക് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് 1,69,60,000 രൂപയും പരിശീലന പരിപാടികൾക്കായി സർക്കാർ ഏജൻസികളിൽ നിന്ന് 20,000 രൂപയും സംസ്ഥാനാവിഷ്കൃത പദ്ധതികൾക്കായി 17 ലക്ഷം രൂപയും മറ്റു വരവുകൾ 37,20,734 രൂപയും ഉൾപ്പെടെ 10,96,54,136 രൂപ വരവും വൃദ്ധമന്ദിരം, മഹിളാ മന്ദിരം എന്നിവയ്ക്കുള്ള സംസ്ഥാന ചെലവ് 17 ലക്ഷം രൂപയും അനിവാര്യ ചുമതലകൾക്ക് 89,28,000 രൂപയും റവന്യൂ പദ്ധതി ചെലവുകൾക്ക് 8,96,67,909 രൂപയും മൂലധന പദ്ധതി ചെലവുകൾ 82,97,000 രൂപയും ഉൾപ്പെടെ 10,85,92,909 രൂപ ചെലവ് നീക്കിയിരിപ്പ് 10,61,227 രൂപയുമുള്ള 2025-26 വർഷത്തെ മിച്ച ബജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നത്. സമൂഹത്തിൽ താഴെക്കിടയിൽ കിടക്കുന്ന ആളുകളെ കൈപിടിച്ച് ഉയർത്തുകയും സമൂഹത്തിൽ സാംസ്കാരിക മാറ്റങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ബജറ്റിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് ബജറ്റ് പ്രസംഗത്തിൽ പ്രസിഡന്റ് സി രാമകൃഷ്ണൻ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ, പശ്ചാത്തല വികസന പ്രവർത്തനങ്ങൾ എന്നിവ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സാംസ്കാരിക വികസന പദ്ധതികൾ എന്നും അദ്ദേഹം ബജറ്റ് പ്രസംഗവേളയിൽ അഭിപ്രായപ്പെട്ടു. വികസന ഫണ്ട് 4,66,22,000 രൂപയും മെയിൻ്റനൻസ് ഫണ്ട് 1,77,07,000 രൂപയും കേന്ദ്രാവിഷ്കൃത വിഹിതമായി 1,14,00,000 രൂപയും സംയുക്ത പ്രോജക്റ്റുകൾക്ക് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും 1,69,60,000 രൂപയും മറ്റ് വരവുകൾ ഇനത്തിൽ 37,20,734 രൂപയും അടക്കം 10,96,54,136 രൂപയുടെ വരവും 10,85,92,909 രൂപ ചിലവും 10,61,227 രൂപ നീക്കിയിരിപ്പുമുള്ള മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ഉൽപാദന മേഖലയ്ക്കായി 93,55,334 രൂപയും പാർപ്പിട മേഖലയ്ക്കായി 4,59,000 രൂപയും ആരോഗ്യ മേഖലയ്ക്കായി 82,38,250 രൂപയും ഭിന്നശേഷിക്കാർക്കായി 45 ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്കായി 1,14,80,000 രൂപയും കലാ സാംസ്കാരിക മേഖലയ്ക്കായി 20,100,000 രൂപയും പട്ടികജാതി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1,64,09,000 രൂപയും വൃദ്ധമന്ദിരം, മഹിളാ മന്ദിരം തുടങ്ങിയ ക്ഷേമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി 83,70,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഹെഡ് അക്കൗണ്ടന്റ് PV സജികുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി അരുൺ നാരായണൻ നന്ദി പറഞ്ഞു. ബ്ലോക്ക് അംഗങ്ങളായ CV ഷെരീഫ, ജയശ്രീ, ഷീജ, പ്രകാശൻ കാലടി, CM അക്ബർ, മുരളീധരൻ, സുമിത്ര, രാധിക എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG ബാബു, വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ്, തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP നസീറ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു.
ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിങ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.